ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഡൽഹിയിലാണ് കേട്ടോ. ഒരു ലോക്കൽ മാർക്കറ്റിൻ്റെ അടുത്തായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടെ ഒരു സ്വീറ്റ് കോർണർ ഉണ്ട് കേട്ടോ, ബിഗാനർ എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര ഫേമസ്. അവിടെ നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ രാവിലെ സ്വീറ്റ് കഴിക്കാനല്ല, എന്തെങ്കിലും അവിടെ എരിവുള്ളതും കഴിക്കാനുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം നമുക്ക്. ഇത് ചീസ് റോളാണ് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 48 രൂപയുണ്ട്. ഇതിൻ്റെ ഫില്ലിങ് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് പൊതുവെ പനീർ അങ്ങനെ ഇഷ്ടമല്ല, പക്ഷെ ഇത് കൊള്ളാം. എന്ന് പറയാനോ, എഗ്ഗിൻ്റെ ഒക്കെ ഒരു കണക്ക്, എഗ് ബുർജിയൊക്കെ കഴിക്കത്തില്ലേ, അതേ കണക്കൊരു ഫില്ലിംഗ് ആണ് വെച്ചേക്കുന്നത്. ഇവിടെ ഞാൻ കുടിക്കാനായിട്ടൊരു സ്ട്രോബെറി ഷേക്ക് കൂടെ പറഞ്ഞു കേട്ടോ. 90 റുപ്പീസാണ് സ്ട്രോബെറി ഷേക്കിന്. അത് ഉണ്ടാക്കുന്നേ ഉള്ളൂ. നമ്മൾ ആദ്യമേ ബില്ലിങ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ അടുത്ത് പറയണം. അപ്പോൾ അവർ എന്താണെങ്കിലും അങ്ങനെ ബില്ലിങ് ചെയ്തതിന് ശേഷം അവർ പറയുമ്പോഴത്തേനും അവർ അത് റെഡിയാക്കി തരും. അങ്ങനെ ഇവിടെയൊക്കെ ആണെങ്കിലേ സ്വീറ്റ്സ് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. നല്ല രീതിക്ക് പാക്ക് ചെയ്താൽ വെച്ചേക്കുന്നത്. ഇത് ഈ ഒരെണ്ണത്തിന് 2461 രൂപയാണ്. കണ്ടോ? അത് കണക്ക് ഇത് കണ്ടോ, ഹാമ്പർ കണക്ക് കൊക്കോകോള വരെ ഉണ്ട് അതിനകത്ത്. ഇതിനകത്താണെങ്കിൽ റെഡ് ബുള്ളൊക്കെ ഉണ്ട്. ഡ്രിങ്ക്സും ചോക്ലേറ്റ് ഒക്കെ ഈ ഹാമ്പേഴ്സിനകത്ത് വന്നേക്കുന്നത് കണ്ടോ. ഇതിന് ഈ ഒരു ബോക്സിന് 440 രൂപയാണ്. ഇതിന് 1640. നല്ല രാജകീയമായിട്ടൊക്കെ ബോക്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ട്രോബെറി ഷേക്ക് വന്നു കേട്ടോ. ഇതിന് ഷേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, സ്ട്രോബെറി മിൽക്ക് എന്നൊക്കെ പറയാം. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ 90 രൂപയ്ക്ക് അത്ര അങ്ങോട്ട് വെർത്താണെന്ന് തോന്നില്ല. പുറത്ത് ലൈവായിട്ട് ജിലേബി ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റിലോട്ട് പോവാണ് കേട്ടോ. നമ്മൾ പഹാർ ഗുപ്ത റോഡിൽ നിന്ന് ഇന്ത്യ ഗേറ്റ് വരെ ഓട്ടോയ്ക്ക് 120 റുപ്പീസാണ്. അപ്പോൾ ശരിക്കും ഈ പഹാർഗൻ ഗുപ്ത റോഡെന്ന് പറഞ്ഞ് പഠിക്കാൻ ചോദിച്ചിട്ട് പാടുപെടും കേട്ടോ. ഓട്ടോ ഓട്ടിക്കുന്ന അങ്കിളൊക്കെ പറഞ്ഞ പേര്. അങ്ങനെയാണോ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്ക് വലിയ വ്യക്തമല്ല. അപ്പം ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററൊക്കെ എങ്ങാണ്ട് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അവിടെ പോയിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ അടുത്തെത്തി കേട്ടോ. അതാണ് ഇന്ത്യ ഗേറ്റ്. അവിടെ പോയി കണ്ടൊന്നുമില്ല, പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന ചേട്ടന്മാർ വളഞ്ഞു കേട്ടോ. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള 2-3 ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ച് നമ്മളങ്ങ് വളച്ചു. അപ്പോൾ പിന്നെ ഞാൻ 2-3 ഫോട്ടോസൊക്കെ എടുത്തു. 150 രൂപ. നമ്മുടെ ഫോണിലൂടെ സെൻഡ് ചെയ്ത് തരത്തേ ഉള്ളൂ, അവർ പ്രിൻ്റ് ഒന്നും തരത്തില്ല. അപ്പോൾ ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം, ഷെയർ ചെയ്യാം. ഇനി നമുക്ക് ഇന്ത്യ ഗേറ്റ് പോയി കാണാം കേട്ടോ. ഈ ഇന്ത്യ ഗേറ്റ് സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയുടെ മധ്യഭാഗത്താണ് കേട്ടോ. ഇതിന് 42 മീറ്റർ ഹൈറ്റുള്ള. 1-ാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് 70,000 ഇന്ത്യൻ സൈന്യം പോരാടി മരിച്ചിട്ടുണ്ട്. അവരെ അനുസ്മരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരുടെ പേര് ഈ ഇന്ത്യ ഗേറ്റിൽ കൊത്തി വെച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. 1921 കേട്ടോ ഈ ഇന്ത്യ ഗേറ്റിന് തറക്കല്ലിട്ടത്. കൊണാട്ട് പ്രഭുവിന്റെ റോയൽ ഹൈനസ് ആണ് ഇതിന് തറക്കല്ലിട്ടത്. അത് രൂപകൽപ്പന ചെയ്തത് എഡ്വിൻ ലൂട്ടിയൻസ് എന്ന ഒരു പുള്ളിക്കാരനാണ് കേട്ടോ. ഈ ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചേക്കുന്നത് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് കേട്ടോ. അതിന്റെ മുകളിൽ ഇങ്ങനെ ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുക, പക്ഷെ അവിടെ കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഇന്ത്യ ഗേറ്റ് അടുത്ത് കാണാൻ പറ്റുമെന്നാ. നമുക്ക് അങ്ങോട്ട് പോകേണ്ട വഴി എങ്ങനെയാണെന്ന് നോക്കാം. ഇന്ത്യ ഗേറ്റിൻ്റെ അങ്ങോട്ട് നമുക്ക് ക്രോസ് ചെയ്ത് പോകാൻ പറ്റത്തില്ല കേട്ടോ. ഇവിടെ കൂടെ ഒരു പാത്തുണ്ട്, അതിനെ കർത്തവ്യ പാത്ത് എന്ന് കേട്ടോ പറയുന്നത്. കർത്തവ്യ പാത്തിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ മാപ്പ് അതായത്. ഇവിടെ പലയിടത്തുണ്ടല്ലോ ഇതിനൊക്കെ പൂത്ത് നിൽക്കുന്ന ചെടികൾ കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നു അതിലെ ഇലയിനേക്കാളും കൂടുതൽ പൂക്കളാണുള്ളതെന്ന്. ഇന്ത്യ ഗേറ്റിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബസാറുണ്ട് കേട്ടോ. അതാണിത്. കുറേ ഓർണമെൻറ്റ്സും പിന്നെ കൂടുതലായിട്ട് ഫുഡ് ഐറ്റംസ് ആണുള്ളത്. നോർത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഞാൻ കുടിച്ചിട്ടുള്ള നാരങ്ങ വെള്ളമൊക്കെ ഭയങ്കര പരാജയമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു, നാരങ്ങ വെള്ളം ഉപ്പ് ഈ 3 സാധനങ്ങൾ മാത്രം മതിയാണ്. അപ്പോൾ അവർ ചോദിച്ചേ കാല നമുക്ക് വേണോ പിന്നെ വേറെ ഏതോ നമുക്ക്. അപ്പോൾ ഞാൻ കാല നമുക്ക് വേണ്ടാവോ, കാരണം നമ്മൾ അല്ലെങ്കിൽ കുടിക്കുന്ന നാരങ്ങ വെള്ളത്തിലൊക്കെ കറുത്ത എന്തൊക്കെ സാധനങ്ങളൊക്കെ കാണും. അതാന്ന് തോന്നുന്നു ഫ്ലേവറിങ് മാറ്റം വരുന്നത് കേട്ടോ. കൊള്ളാവാൻ നോക്കട്ടെ. ഭാഗ്യം ഇവിടുന്നെങ്കിലും എനിക്ക് നല്ല നാരങ്ങ വെള്ളം കുടിക്കാൻ പറ്റുമല്ലോ, സമാധാനമുണ്ട്. ഇവിടെ നമുക്ക് കമ്മലും മാലയും മേടിക്കണമെങ്കിൽ അതുണ്ട്. പിന്നെ ഫുഡ് ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ. ടാറ്റു ഒക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. കുഴപ്പമില്ല, നല്ല ക്ലീനാണ് കേട്ടോ. വലിയ വൃത്തികേടൊന്നുമില്ല.
ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ആണെങ്കിലും കണ്ടപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, അവർ നല്ല ക്ലീനൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ ചിക്കൻ മോമോസ് ഉണ്ട് കേട്ടോ. ഈ ആൻറ്റി ഇത്ര നേരം ഈ സ്ഥലത്തിന് വേണ്ടി ഭയങ്കര ബഹളവും വഴക്കവും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഞാനാണ് ആദ്യത്തെ കസ്റ്റമർ പോയി ഒരു ചിക്കൻ മോമോസ് മേടിക്കാം. ഇവിടെ ഡോൾമ ആൻറ്റി മൊമോസ് എന്ന് പറഞ്ഞ തന്നെ മൊമോസ് ഉണ്ട്, പിന്നെ വെജ് മൊമോസ് ഉണ്ട്, പനീറുണ്ട്, ചിക്കൻ ഉണ്ട്, വെജ് ഉണ്ട്. ഈ മൊമോസിന്റെ പുറത്തൂടെ എന്തോ പൗഡറൊക്കെ അവർ വെതറിയിട്ടുണ്ടോ. പിന്നെ ഇങ്ങനെ ഒരു സോസ് കൂടെ തന്നു. എവിടെയോ ഒരു ഉപ്പ് കൂടുതലുണ്ട്. ഉള്ളില് ചിക്കൻ ഇങ്ങനെ സ്ട്രെഡഡ് ചിക്കൻ ഇല്ലേ അങ്ങനെയും പിന്നെ പച്ചമുളക് പിന്നെ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ് കേട്ടോ. കുഴപ്പമില്ല. ഇവിടെ കൂടെയാണ് നമുക്ക് പോവേണ്ട. ഇതാണ് കർത്തവ്യപാത. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്ലെക്സിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് എവല്യൂഷൻ ഓഫ് ന്യൂ ക്യാപിറ്റൽ, പിന്നെ അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റിന്റെ അടുത്തെത്തി കേട്ടോ. അതിന്റെ മൊത്തം ഈ മാടപ്രാവുകൾ ഇരിക്കുക. നല്ല രസമുണ്ട്, നല്ല വൃത്തിയുണ്ട്. നമുക്ക് ഈ തൂണിൽ പോലും തൊടാൻ പാടില്ല കേട്ടോ. അഥവാ നമ്മൾ അബദ്ധത്തിൽ തൊട്ട് കഴിഞ്ഞാൽ അവർ വിസിലടിക്കും. ആർമിയൊക്കെ ഇവിടെ നിൽക്കുന്ന പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. നമുക്ക് ഈ പേരുകളൊക്കെ ഇവിടെ അടുത്ത് നിൽക്കുമ്പോഴത്തേക്ക് വായിക്കാൻ പറ്റുമേ. ജമദാർ എന്നും പിന്നെ ഹഷാം ഖാൻ, ഹാസിർ ഖാൻ, ഹുസൈൻ, ബഹദൂർ, അങ്ങനെ കുറേ പേരൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും. ഇതാണ് കേട്ടോ ഇന്ത്യ ഗേറ്റിൻ്റെ സൈഡ് വ്യൂ. അവിടെ ഇങ്ങനെ ഒരു ജ്യോതിയുടെ ഒരു എന്താ പറയുക ഒരു സ്ട്രക്ചർ ഉണ്ട് ചെറിയ രീതിക്ക്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കനാലുള്ളത്. വാട്ടർ ഫൗണ്ടൻ ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും വർക്കിംഗ് അല്ല എന്ന് തോന്നുന്നു. ബാക്കിലായിട്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. അങ്ങോട്ടേക്ക് ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട്. നോക്കാം. ആ സൈഡിലെ വാട്ടർ ഫൗണ്ടൻ വർക്കിംഗ് ആണ്. ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ട് വ്യൂ എങ്ങനെയാണോ ആ സെയിം തന്നെയാണ് കേട്ടോ. ബാക്കിൽ കൂടെ നോക്കിയാൽ അങ്ങനെ നമ്മൾ ഇന്ത്യ ഗേറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് രാഷ്ട്രപതി ഭവൻ. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമോ, അവിടെ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഉണ്ടല്ലോ ഈ നമ്മൾ വന്ന് കയറുമ്പോൾ മുതലേ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ വരും കേട്ടോ ഫോട്ടോ എടുക്കാനായിട്ട്. അവരെ കൊണ്ടൊരു നിവർത്തിയില്ല ശരിക്കും. ആദ്യം ആ കൊള്ളാം ഓക്കെയാണെന്ന് തോന്നിയെങ്കിലും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല. ഒന്ന് നിന്ന് കഴിഞ്ഞാൽ ഉടനെ ഒരു വരും ഓരോന്ന് ചോദിച്ചുകൊണ്ട്. നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ ഫോട്ടോ എടുക്കുമ്പോൾ അങ്ങനെ. പിന്നെ വേറെ കുറച്ച് ആൾക്കാരൊന്നും ചെവി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ വന്ന് നമ്മുടെ ചെവിയിലൊക്കെ പിടിക്കും. നമ്മൾ എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഒരു കോലും കൊണ്ടുവന്ന് നമ്മുടെ ചെവിയിലിടാൻ വരും. നമ്മുടെ പെർമിഷനൊന്നും ഇല്ലാണ്ട് വെറുതെ നമ്മുടെ ചെവി നമ്മളെ വെറുതെ നടന്നു നമ്മുടെ ചെവിക്ക് കയറി പിടിച്ചാളെ ഇവര്. എന്നിട്ട് മറ്റേ കോലുകൊണ്ടൊക്കെ ക്ലീൻ ചെയ്ത് തരാനേ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്തുകൂടാല്ലോ നമുക്ക്. അയ്യോ ഒരു രക്ഷയില്ല ഇവിടെ ആൾക്കാരെ കൊണ്ട്. ഈ ഇന്ത്യ ഗേറ്റിന്റെ ഓപ്പോസിറ്റ് ഉള്ള റോഡിന് മാൻസിംഗ് റോഡ് എന്നാണ് കേട്ടോ പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് ആണ് രാഷ്ട്രപതി ഭവനുള്ളത്. നമുക്ക് അങ്ങോട്ടേക്ക് കുറേ നടക്കാനുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് ഐസ്ക്രീം എല്ലാം കഴിച്ചുകൊണ്ട് നടക്കാം. ഞാൻ ക്വാളിറ്റി വോൾസിൻ്റെ 2 സംഭവങ്ങൾ മേടിച്ചു കേട്ടോ. ഇത് ഷാഹി കുൽഫി, ഇതിന് 35 രൂപയാണ്. ഇത് ഓറഞ്ച് ബ്ലാസ്റ്റ് അങ്ങനെ 20 റുപ്പീസും. ഇത് കൊള്ളത്തില്ല, ഒട്ടും കൊള്ളത്തില്ല എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഫ്ലേവറിൻ്റെ എന്താ പറയുക സംസ്ഥാന സമ്മേളനം ഇതിനകത്തുണ്ട്. ഇത് പക്ഷെ നല്ല രസമാണ് കേട്ടോ. ഇത് അതാണ് കേട്ടോ രാഷ്ട്രപതി ഭവൻ. അങ്ങോട്ടേക്കൊന്നും ആർക്കും എൻട്രി ഒന്നുമില്ല. നമുക്കത് ഇവിടെ വരെ വരാം. അതായത് കർത്തവ്യ പാത്തില്ലേ അത് ഇന്ത്യ ഗേറ്റ് മുതലേ ഇങ്ങ് വരെ ഉണ്ട് കേട്ടോ. രാഷ്ട്രപതി ഭവൻ വരെ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാം. അങ്ങോട്ട് മിലിറ്ററി ഒക്കെ നിൽപ്പുണ്ട്. പണ്ടത്തെ കെട്ടിടങ്ങൾ കാണാൻ ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് കേട്ടോ. അതും ഇത് കണക്ക് സാൻഡ് സ്റ്റോൺ ഉണ്ടാക്കിയേക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇന്ത്യ ഗേറ്റിൻ്റെ അതേ സ്റ്റോൺ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. സെയിം വൈബാണ് കാണാനായിട്ട്. നടുക്കോട്ട് ഇങ്ങനെ ഒരു റോഡുണ്ട്. എന്നിട്ട് 2 സൈഡും ഒരേ രീതിക്കുള്ള കെട്ടിടങ്ങളാണ്. ആ മുകളിലുള്ള ഡോമും എല്ലാം കറക്റ്റ് ഒരേപോലെ. എന്നിട്ട് നടുക്ക് വന്നിട്ട് വേറൊരു കെട്ടിടം. അകത്ത് പോയി കാണാൻ പറ്റിയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നേനെ. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പക്ഷെ അതിനകത്തോട്ട് എൻട്രി ഇല്ലാന്നേ ഉള്ളൂ.
ഡൽഹിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേനും രണ്ട് സൈഡ് മൊത്തം ചെടികളും ഫ്ലവേഴ്സും ഒക്കെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഒരു പൂന്തോട്ടത്തിൽ പോയ ഫീലാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേനും. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ ഇതുവരെ പോയിട്ടുള്ള കൺട്രീസിൽ നല്ല ക്യാപിറ്റൽ ഡൽഹി ആയിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അത്രയും മനോഹരമായിരുന്നു കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഒരു രസമായിട്ട് തോന്നി.